ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും KVS സോറോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാനെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് ലാവ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്, നമ്മുടെ വില്ലേജിൽ നിന്ന് നമുക്ക് ലാവ കിട്ടുന്നുള്ള കാര്യം. അങ്ങനെ അവിടുന്ന് ലാവ ഒപ്പിച്ച് ഞാനിവിടെ ഒരു ഇൻഫിനിറ്റി ലാവയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ഇങ്ങനെ വെച്ചാൽ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടി എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കണം. അപ്പം ബിൽഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഐഡിയ ഉള്ളവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ഫുഡ് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം എന്ന് വെച്ച് ഈ മരമൊക്കെ വളർന്നത്. വേറെ ഇന്ന് ബാക്കി ഫാമിന് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യം നമ്മളിങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ല. അടുത്ത ദിവസം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ ഈ മരമെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇതുകൂടെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഞാൻ ഇതുകൂടെ വെട്ടിയെടുത്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗായ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ 3 സ്റ്റാക്ക് 7 കിട്ടുന്നുണ്ട്. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും ഒരു മരം ആർട്ടിഫിഷ്യലായിട്ടൊരു ട്രീ ഉണ്ടാക്കി വെക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പം ആ പ്ലാൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങളോടൊന്ന് കമൻറ്റിൽ പറയുവാൻ അത്രയും നല്ലത്. നമുക്ക് വേറെ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നോക്കട്ടെ, ഫുഡൊക്കെ നമുക്കിതിനകത്ത് വെച്ചേക്കാം. അപ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്ക് തപ്പേണ്ട വരത്തില്ല വുഡ്. നമുക്കിനി അയാളാണ് കുറേ ഒപ്പിക്കണം. നമുക്ക് ഒരു പിക്കാക്സും കുറച്ച് കോളും മൈൻ ചെയ്ത് നമുക്ക് മൈനിങ്ങിന് പോകാം. പറ്റാത്ത ഡയമണ്ട് കണ്ടുപിടിക്കാം. ഞാൻ അന്ന് മൈനിങ് പോയപ്പോൾ എനിക്ക് ഒരു ഡയമണ്ട് കിട്ടിയായിരുന്നു. നമുക്കിത് വേറെ കേവ് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. 2 അയൺ പിക്കാക്സ് ഇരിക്കട്ടെ. അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമോ അറിയത്തില്ല. അതുകൊണ്ട് കോള് നമ്മുടെ ഇരിപ്പുണ്ട്. നമ്മൾ അന്ന് മൈനിങ്ങിന് പോയപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്കത് വെച്ച് കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ട് നമുക്കങ്ങ് പോവാം. ഫുഡ് 7 കയ്യിലുണ്ട്. ഇത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ ലാവ ബക്കറ്റ് നമുക്ക് ഇതിനകത്തോട് വെച്ചേക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക്. അത്രയും തന്നെ. അപ്പോൾ നമുക്ക് ഫുഡ് വേറെ ഇതിനകത്തുണ്ടോ? ഇതിനകത്ത് അയൺ കിട്ടിയത്. ഇത് മെൽറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്ക് ഇരിക്കട്ടെ ഇപ്പോൾ തൽക്കാലത്ത്. നമുക്കിനകത്ത് വെച്ചേക്കാം. ഇതുകൂടെ സ്മെൽറ്റായിട്ട് നമുക്ക് മൈനിങ് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ആ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഞാൻ ഇതിൻ്റെ താഴോട്ട് എവിടെ ഒരു കേവ് കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ പിന്നെ ഈ സ്റ്റെയർ ഭയങ്കര വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളിത് പരമാവധി ചെറുതാക്കി ഒരെണ്ണം ബിൽഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതിൻ്റെ ബിൽഡറിൻ്റെ ഒക്കെ പുറകെ വേണം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അതിന് മുമ്പേ നിങ്ങളോടൊന്ന് സജഷനോട് ചോദിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങൾ ഇതങ്ങനെ ഒരുപാട് വലുപ്പമാണെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ നമുക്കിത് ഇച്ചിലൂടെ ഒറ്റ നേരെയാക്കി നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കേവ് ഉണ്ട്. നമുക്കപ്പോൾ ഇങ്ങോട്ട് വരാം. നമുക്ക് ഈ അയൺ മൈൻ ചെയ്തെടുക്കാം. അല്ല സോറി ഗൈസ്, കോള്. നമുക്ക് ഈ ബെഡ് റോക്ക് എഡിഷൻ ചെയ്യുമ്പോൾ ഡോറ് വെച്ച് മൈൻഡ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് നമുക്ക് വെള്ളത്തിനടിയിൽ പോകുന്ന ഇച്ചിരി ഡേഞ്ചറാണ്. പയ്യെ നമുക്ക് നോക്കി പോവാം. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് 24 സബ്സ്ക്രൈബർ ആക്കി തന്ന എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി അറിയിക്കുന്നു ഞാൻ.
ഈ കേവിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊരു വഴിയില്ല ഗൈസ്. നമ്മളെ ഷീൽഡ് പൊട്ടിപ്പോയി. ഷീൽഡില്ലാതെ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങുന്ന അത്ര സേഫല്ല. നമുക്ക് പോയൊരു ഷീൽഡ് കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ദേ വരുന്നു. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകണം. താഴെ പോയ ചാവില്ലെന്ന് അറിയത്തില്ല. എന്താ നമുക്ക് നമ്മളങ്ങനെ കേവി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അയൺ മൈൻ ചെയ്തെടുത്തോണ്ടിരിക്കുക. ഇവിടെയുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മളതിലുള്ള ടോർച്ച് മൊത്തം തീർന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് പോവാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഇനിയും ടോർച്ചായിട്ട് വന്ന് ഇവിടെ മൊത്തം ഇപ്പോൾ ഈ ഒരു ഫ്ലോർ മൊത്തം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴോട്ടുണ്ട് കുറേ പല പല കേവായിട്ടാണിത്. കണ്ടോ, ഇനി ഇവിടുന്ന് ഒരു കേവ്, ഇവിടെ മൊത്തം ഒരൊറ്റ കേവ് അടിയിൽ. അതുകൊണ്ട് പിന്നെ വേണ്ടി ഇവിടുന്ന് ഇടവഴി, ഇവിടുന്ന് ഒരു അകത്തോട്ടൊരു വഴി പോലുണ്ട്. പാത്ത് കണ്ടോ. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ടോർച്ചില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഒരു ദിവസം എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും വരേണ്ട വരും. നമുക്കിപ്പോൾ 42 അയണയും കിട്ടി, 55 കോളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇതുമായിട്ട് നേരെ ബേസിൽ ചെല്ലാം. അല്ല, അത് വേണ്ടി പിടിച്ചിട്ടുണ്ട് കോള്. അവിടെ നമുക്ക് എടുത്തിട്ട് നേരെ ബേസിലോട്ട് പോകാം. ഞാൻ ബേസ് ചെയ്യുന്നതിന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മേളി വരെ എത്തിയിട്ടുണ്ട്. വീറ്റേ ലാവയായിട്ടുണ്ടെങ്കിൽ ലാവയായിട്ടുണ്ട്. നമുക്ക് അത് വെച്ച് ഇവിടെ അങ്ങോട്ട് നമുക്ക് ലാവ വെച്ച് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം അയൺ. പിന്നെ ചുമ്മാ കോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നെ കോൾ കാണുന്നില്ല. ഗൈസ്, അപ്പം എന്തായാലും നമുക്ക് ഇനി ഇത്ര അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അയണിൻ്റെ ആവശ്യം നല്ലപോലെ കൂടി വരുന്നുണ്ട്. അതുപോലെ നമുക്കിപ്പം മൊത്തത്തിൽ ഒരു സ്റ്റാക്കും 6 കോളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ ഇതാക്കുന്നതാണ് യൂസ് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ആവശ്യം വരുമ്പോഴൊക്കെ ബക്കറ്റിനകത്തിരിക്കട്ടെ. ഞാനിങ്ങനെ എല്ലാത്തിനും പിന്നെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഐറ്റം ഫ്രെയിം എല്ലാത്തിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ബിൽഡ് ചെയ്യലാവ ഇതിൻ്റെ മേളിൽ കൂടെ എന്ത് ബിൽഡ് ചെയ്യണം എന്നൊന്ന് കമൻറ്റോട് ചെയ്താൽ തന്നെ നല്ലതായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നവരെല്ലാം പേര് ഞാനിവിടെ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ പേരിനകത്ത് എഴുതി വെക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കില്ല ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിൽ കമൻറ്റ് ഇടാം. മോശമായിട്ടുള്ള വാക്കൊന്നും ഇടാതിരുന്നാൽ മതി. ബാക്കി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇടുന്നവരുടെ പേര് ഞാനിവിടെ ഒരു ബോർഡ് വെച്ചിട്ട് അതിനകത്ത് നിങ്ങളെല്ലാവരെയും കമൻറ്റ് ഇടുന്നവരുടെ എല്ലാവരുടെയും പേര് എഴുതുന്നത്, ഒരാളെ പോലും വിടാതെ എല്ലാവരുടെയും പേര് എഴുതുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇനിത്തോട്ട് വരുന്ന എല്ലാ വീഡിയോയിലും ഏതെങ്കിലും വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക. അത് പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.